So our next topic is shareholders meeting. This shareholders meeting can be of any of these following, that is annual general meeting or extraordinary general meeting or class meeting. ഷെയർഹോൾഡേഴ്സ് മീറ്റിംഗ് എന്ന് പറയുന്നത് ഈ മൂന്ന് മീറ്റിങ്ങിൽ ഏതെങ്കിലും ഒരു മീറ്റിംഗ് ആയിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്നില്ലെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിംഗ്, the next one is extraordinary general meeting, and the third one is class meeting. Okay, so what is this annual general meeting? See, a company may have many kinds of meetings. പല മീറ്റിങ്സ് ഉണ്ടാകും ഒരു കമ്പനിയിൽ. അല്ല, ജനറൽ മീറ്റിങ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ എമംഗ് ദം. So a meeting of a general body may be called general meeting. ഓക്കെ, ഒരു ജനറൽ ബോഡിയുടെ മീറ്റിംഗ് ആണ് നമ്മൾ കോൾ ഫോർ ചെയ്യണതിന് അതിനെ ജനറൽ മീറ്റിംഗ് എന്ന് പറയും. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് that is the board of directors get their powers to do certain acts. ചില ആക്ട്സ് ചെയ്യാനുള്ള പവർ അവർക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ആഫ്റ്റർ ഗെറ്റിംഗ് കൺസെൻറ്റ് ഓഫ് ദ കമ്പനി അറ്റ് ദെയർ ജനറൽ മീറ്റിംഗ്. കമ്പനിയിലെ ജനറൽ മീറ്റിങ്ങിൻ്റെ സമ്മതം കിട്ടിയതിന് ശേഷം മാത്രമേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അവരുടെ സെർട്ടൺ പവേഴ്സിനെയൊക്കെ സെർട്ടൺ ആക്ട്സ് ആയിട്ട് അവർക്കത് ഫോം ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, സോ എ ജനറൽ മീറ്റിംഗ് എന്താവാം? മേ ബി ആൻ ആനുവൽ ജനറൽ മീറ്റിംഗ്, അല്ലെങ്കിൽ അതൊരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആവാം. ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? ഒരു വർഷത്തിലൊരിക്കൽ, ആനുവൽ അല്ലേ, ഇപ്പോൾ വർഷത്തിലൊരിക്കൽ കമ്പനിയുടെ പ്രോഗ്രസ്സിനെ കുറിച്ച് ഫുൾ ഇൻഫർമേഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ആനുവൽ ജനറൽ ബോഡി മീറ്റിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഓക്കെ, സോ ദ പേർപ്പസ് ഓഫ് ദ മീറ്റിംഗ് ഇസ് വാട്ട്? ടു ഗീവ് ദ ഫുൾ ഇൻഫർമേഷൻ ടു മെമ്പേഴ്സ് ഓഫ് ദ പ്രോഗ്രസ് ബൈ ദ കമ്പനി ഡ്യൂറിങ് ദ ഇയർ. ഓക്കെ, ആ ഒരു വർഷത്തിൽ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയുന്ന ആ ഒരു മീറ്റിങ്ങിനാണ് നമ്മൾ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്ന് പറയാറുള്ളത്. ഇതിൽ സെക്രട്ടറിക്ക് certain ഡ്യൂട്ടീസ് ഉണ്ട് ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ. So what are the secretary's duties in connection with annual general meeting? Before the meeting he has some duties, and also at the meeting he has some duties, and also after the meeting also the secretary has to do certain duties. First one, before the meeting വരുന്നുണ്ട്. Before the meeting എന്തൊക്കെ ചെയ്തിരിക്കണം? ഒരു സെക്രട്ടറി, he should ensure that the final accounts, profit and loss account and balance sheet are ready. Then the balance sheet and profit and loss account will be submitted to the board meeting for consideration and approval. അപ്രൂവലിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അത് സബ്മിറ്റ് ചെയ്യണം. Then the secretary will prepare in consultation with the chairman a draft of annual report of the director and chairman's speech. അതൊക്കെ സെക്രട്ടറിയാണ് ചെയ്യുക. ചെയർമാൻ്റെ സ്പീച്ചും ആനുവൽ റിപ്പോർട്ട്, ഡയറക്ടർ ആനുവൽ റിപ്പോർട്ട് വായിക്കാനുള്ള അതിൻ്റെ ഡ്രാഫ്റ്റ് കോപ്പിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് സെക്രട്ടറിയാണ്. And the secretary must issue notice to shareholders, directors, auditors and stock exchange at least 21 days before the date of the meeting. ഓക്കെ, മീറ്റിംഗ് നടക്കാൻ പോകുന്നതിന് 21 ദിവസം മുമ്പെങ്കിലും ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ, ഷെയർ ഹോൾഡേഴ്സിനും ഡയറക്ടേഴ്സിനും ഓഡിറ്റേഴ്സിനും സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ഒക്കെ ഇങ്ങനെ മീറ്റിംഗ് നടക്കുന്നുണ്ട്, ഇതെല്ലാമാണ് അജണ്ട എന്ന് പറഞ്ഞ് അവർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. ആൻഡ് ഹി മസ്റ്റ് പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് വാലിഡ് പ്രോക്സീസ് വിച്ച് ആർ റിസീവ്ഡ് 48 hours ബിഫോർ ദ ടൈം ഓഫ് ഹോൾഡിംഗ് എ മീറ്റിംഗ് ആൻഡ് പ്രിപ്പയർ എ സെപ്പറേറ്റ് അറ്റൻഡൻസ് രജിസ്റ്റർ ഫോർ സച്ച് വാലിഡ് പ്രോക്സീസ്. ഇനി ആരെങ്കിലും വരാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്രോക്സീസ് ഉണ്ടാവുമല്ലോ, ആരൊക്കെയാണ് ആ പ്രോക്സീസ് എന്നുള്ളത് 48 മണിക്കൂർ മുമ്പെങ്കിലും ഈ സെക്രട്ടറി അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്കൊരു സെപ്പറേറ്റ് രജിസ്റ്റർ എല്ലാം വെച്ച് അവരുടെ സിഗ്നേച്ചർ കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. Then in consultation with the chairman or the managing director, prepare a detailed agenda of the meeting. മീറ്റിങ്ങിൻ്റെ അജണ്ടയെക്കുറിച്ചും പ്രിപ്പയർ ചെയ്യുന്നത് സെക്രട്ടറിയാണ്, ബട്ട് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ MD ആൻഡ് ചെയർമാൻ. Then he will make a necessary arrangements for poll, including preparation of voting papers. വോട്ടിങ്സ് വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പോളിന് ബാലറ്റ് പേപ്പറും അതിൻ്റെ വോട്ടിംഗ് പേപ്പേഴ്സിൻ്റെയൊക്കെ നെസസറി അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടത്തേണ്ടത് സെക്രട്ടറിയാണ്. ആൻഡ് ഓൾസോ ഹി വിൽ പ്രിപ്പയർ ഡിവിഡൻഡ് ലിസ്റ്റ് ഫ്രം ദ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഓൺ ആൻഡ് ഫ്രം ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദ ക്ലോഷർ ഓഫ് ദ രജിസ്റ്റർ ആൻഡ് ദ ഷെയർ ട്രാൻസ്ഫർ ബുക്ക്. അതായത് ഡിവിഡൻഡ് ലിസ്റ്റ്. ഡിവിഡൻസ് എന്ന് വെച്ചാൽ എന്താ? ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി കൊടുക്കുന്ന പ്രോഫിറ്റാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയാം. ഡിവിഡൻഡ് ലിസ്റ്റും അതുപോലെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഓൺ ദ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ദ ക്ലോഷർ ഓഫ് ദ രജിസ്റ്റർ, ഷെയർ ട്രാൻസ്ഫർ ബുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ്, ഇതെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് സെക്രട്ടറി ആയിരിക്കും. ഓക്കെ, ഇത് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു സെക്രട്ടറി ചെയ്യുക. ഇനി അറ്റ് ദ മീറ്റിംഗിൻ്റെ സമയത്ത് സെക്രട്ടറി എന്തൊക്കെ ചെയ്യണം? ടു ഗെറ്റ് ദ അറ്റൻഡൻസ് രജിസ്റ്റർ സൈൻഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ആ അറ്റൻഡൻസ് രജിസ്റ്റർ സൈൻ ചെയ്തിരിക്കണം. ടു ഹെൽപ്പ് ദ ചെയർമാൻ ഇൻ അസർട്ടനിങ് ദ കോറം ആൻഡ് ടു റീഡ് ദ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് വിത്ത് ദ പെർമിഷൻ ഓഫ് ദ ചെയർപേഴ്സൺ, and to read the auditor's report
and also read director's report unless it is taken as read. അത് വായിച്ചു എന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ സെക്രട്ടറി ചെയ്യേണ്ട, അല്ലെങ്കിൽ അതൊക്കെ സെക്രട്ടറിയാണ് ചെയ്യേണ്ടത്. Then to help the chairman in the conduct of the meeting, including conduct of poll, counting votes, അതൊക്കെ സെക്രട്ടറിയാണ് ചെയ്യുക, ചെയർമാനെ ഹെൽപ്പ് ചെയ്യും. Then to supply the chairman any information which he may be required in connection with the matters raised in the meeting. ഓക്കെ, ആ മീറ്റിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ഇടപെടൽ വേണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ചെയർമാനെ ഹെൽപ്പ് ചെയ്യുന്നത് സെക്രട്ടറി ആയിരിക്കും. Then to take notes of proceedings for the purpose of preparing minutes thereof. അപ്പോൾ ആ മിനിറ്റ്സിൻ്റെ വേണ്ട പ്രൊസീഡിങ്സ് ഒക്കെ ചെയ്യുന്നത് സെക്രട്ടറിയാണ്. ഇതെല്ലാം അറ്റ് ദ മീറ്റിങ്ങിലാണ്. ഇനി അടുത്ത കേസ് വരുന്നത് ആഫ്റ്റർ ദ മീറ്റിംഗ്. ഇനി മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്രട്ടറി എന്തൊക്കെ ചെയ്യണം? ടു പ്രിപ്പയർ ദ മിനിറ്റ്സ് ഓഫ് ദ പ്രൊസീഡിങ്സ്, അതായത് മിനിറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് എഴുതിയതൊക്കെ കറക്റ്റായിട്ട് അത് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ ടു ഗെറ്റ് ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് അപ്രൂവ്ഡ് ബൈ ദ ചെയർമാൻ ആൻഡ് ഗെറ്റ് ദം സൈൻഡ് ബൈ ഹിം വിത്തിൻ 30 days ഓഫ് ദ മീറ്റിംഗ്. അപ്പോൾ മീറ്റിംഗ് നടന്ന് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ മിനിറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്ത് അത് ചെയർമാൻ്റെ കയ്യിൽ നിന്ന് അപ്രൂവലും കിട്ടിയിരിക്കണം. അതും സെക്രട്ടറിയാണ് ചെയ്യുക ആഫ്റ്റർ ദിസ് മീറ്റിംഗ്. ദെൻ ടു സെൻഡ് ഇൻറ്റിമേഷൻ ഓഫ് ദ അപ്പോയിൻമെൻറ്റ് ഓർ റീ അപ്പോയിൻമെൻറ്റ് ടു ദ ഡയറക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ്. പിന്നെ ഈ കാര്യങ്ങളെല്ലാം രജിസ്റ്റർ ഓഫ് കമ്പനീസ് വിത്തിൻ 30 days ഓഫ് ദ മീറ്റിംഗ് ഓഫ് ദ കോപ്പീസ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, സ്പെഷ്യൽ റെസൊല്യൂഷൻസ് അഡോപ്റ്റഡ് യുനാനിമസ്. പുതിയ എന്തെങ്കിലും റെസൊല്യൂഷൻ ആ കമ്പനിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ്, ബാലൻസ് ഷീറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആ കമ്പനി ആ ഒരു മീറ്റിംഗ് ടൈമിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 30 ദിവസത്തിൻ്റെ ഉള്ളിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ അതെല്ലാം മാറ്റങ്ങളെല്ലാം വരുത്തി കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്ത് അത് ഫയൽ ചെയ്യേണ്ടത് സെക്രട്ടറിയാണ്. അതുപോലെ ഡിസ്പാച്ച് ഡിവിഡൻഡ് വാറൻസ് ടുഗദർ വിത്ത് ദ ടാക്സ് ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് ടു ദ ഷെയർ ഹോൾഡേഴ്സ് വിത്തിൻ 30 days ഓഫ് ദ ഡിക്ലറേഷൻ. അതായത് ഡിവിഡൻഡ് കൊടുക്കണമെന്ന് ഒരു കമ്പനി ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ആ ഡിവിഡൻഡ് വാറൻസ് എല്ലാം ഷെയർ ഹോൾഡേഴ്സിന്, ഓക്കെ, ടാക്സ് ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷെയർ ഹോൾഡേഴ്സിന് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഡിക്ലറേഷൻ എടുത്തു കഴിഞ്ഞാൽ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ അത് എത്തിച്ചിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സെക്രട്ടറിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്രട്ടറിയുടെ ഡ്യൂട്ടി ഉണ്ടാവുന്നത്, ഓക്കെ, ഇൻ കണക്ഷൻ വിത്ത് ആനുവൽ ജനറൽ മീറ്റിംഗ്. ഇനി നെക്സ്റ്റ് മീറ്റിംഗ് ആണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത്. ഈ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് അതർ ദാൻ ദിസ് ആനുവൽ ജനറൽ മീറ്റിംഗ് എല്ലാം എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ എക്സ്ട്രാ ജനറൽ ബോഡി മീറ്റിംഗ് കോൾ ഫോർ ചെയ്യുന്നത്? എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് മേ ബി കോൾഡ് on these following ways, that is by directors on request of shareholders, by requisition of shareholders, and by the tribunal. Okay, so these are the extraordinary general meetings ൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. അവിടെയും സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് ഒക്കെ ഇതേപോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അവിടെയും വരുന്നത്. അതായത് കമ്പനി കറക്റ്റായിട്ട് ലെറ്റർ ഓഫ് റിക്വസിഷൻ റിസീവ് ചെയ്തിട്ടില്ലേ എന്ന് നോക്കേണ്ടത്. ഏർജൻസിക്ക് വേണ്ടിയിട്ടാണ് ഈ എക്സ്ട്രാordinary ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഒരു ഏർജൻറ്റായിട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോഴാണ് എക്സ്ട്രാordinary ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ എന്താണ് ആ ഏർജൻസി എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ട് ആ ഏർജൻസി എന്താണെന്ന് അവിടെ മീറ്റിങ്ങിൽ പറയേണ്ടതൊക്കെ ആരാണ് അഡ്വൈസ് ചെയ്യുന്നതൊക്കെ സെക്രട്ടറി ആയിരിക്കും. അതുപോലെ ബോർഡ് മീറ്റിംഗ് ഈസ് ടു ബി കൺവീൻഡ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ചെയർമാൻ ടു കൺസിഡർ ദ ക്വസ്റ്റ്യൻ ഓഫ് ഹോൾഡിംഗ് ദ മീറ്റിംഗ്. എന്ത് പേർപ്പസിനാണ് ഈ മീറ്റിംഗ് നടക്കുന്നത് എന്നുള്ളതൊക്കെ ചെയർമാനെയൊക്കെ അറിയിക്കുന്നത് സെക്രട്ടറി ആയിരിക്കും. And also he should dispatch the notices along with the explanatory statements, proxies, forms, etc. to the registered address of each member well in advance. അങ്ങനെ ഒരു എക്സ്ട്രാordinary ജനറൽ മീറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് പ്രോക്സി ആയിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ആരൊക്കെയാണ് മെമ്പേഴ്സ് അവർക്കൊക്കെ കറക്റ്റായിട്ട് രജിസ്റ്റേർഡ് അഡ്രസ്സിൽ തന്നെ അഡ്വാൻസ് ആയിട്ട് അവരോട് ഈ വിവരം അറിയിക്കേണ്ട ഡ്യൂട്ടിയും സെക്രട്ടറിക്കാണ്. ആൻഡ് ഹി ഷുഡ് പ്രിപ്പയർ ദ അജൻഡ ഓഫ് ദ മീറ്റിംഗ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ chairman. അതുപോലെ when chairman requires he has to supply the required materials and documents. അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ ആനുവൽ ജനറൽ മീറ്റിംഗിൽ പറഞ്ഞ പോലെയുള്ള എല്ലാ ഡ്യൂട്ടീസും ഈ എക്സ്ട്രാordinary ജനറൽ മീറ്റിംഗിൽ സെക്രട്ടറിക്ക് തന്നെയാണ് ഉണ്ടാവുക. ഇനി മൂന്നാമതായിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് ക്ലാസ് മീറ്റിംഗ്. ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗിൽ വരുന്ന മൂന്നാമത്തെ മീറ്റിംഗ് ആണ് ക്ലാസ് മീറ്റിംഗ്. ക്ലാസ് മീറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സിമ്പിൾ. That is where the share capital of a company is divided into different classes of shares. നമുക്കറിയാലോ preference shares, that is one of the shares, equity shares, അങ്ങനെ different types of shares ഉണ്ടെന്ന് നമുക്കറിയാം. സോ ആ ക്ലാസ്സസ് ഓഫ് ഷെയർസിനുള്ളവർക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ക്ലാസ് മീറ്റിംഗ് എന്ന് പറയും.
Okay, meetings of different classes of shareholders may have to be called. It is known as what? Class meeting. Example ആണ് meeting of preference shareholders. പിന്നെ ഒരു മീറ്റിംഗ് വരുന്നതാണ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. പക്ഷേ ഇറ്റ് ഹാസ് നോ പ്രൊവിഷൻ ആസ് പെർ ദ കമ്പനീസ് ആക്ട് 2013. ഓക്കെ.